അസ്സലാമു നമസ്കാരം. ഞാൻ പാലക്കാട്. പ്രിയ സുഹൃത്തുക്കളെ, ലോകത്ത് തന്നെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ആഡംബരത്തിൽ ജീവിക്കുന്ന ഒരു മൂന്നാളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എന്തായാലും മൂന്നാമത്തെ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് പൊങ്കാല കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊങ്കാല ഇടുന്ന മുന്നിട്ട് ആദ്യം എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ആഡംബരത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പണക്കാരനായ ബിൽ ഗേറ്റ്സ് ആണ്. പുള്ളി ഒരു രക്ഷയില്ല. നല്ല ആഡംബര വീട്, ആഡംബര കാറ്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഫ്ലൈറ്റ്, ഇഷ്ടം പോലെ കാശ്, അങ്ങനെ വേണ്ട അങ്ങേരുടെ ജീവിതം അങ്ങോട്ട് സുഖിച്ചങ്ങോട്ട് എൻജോയ്മെൻറ്റ് ചെയ്ത് പോവുകയാണ്. രണ്ടാമത്തെ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള അംബാനി അറിയാലോ. അംബാനി നമ്മുടെ ഈ ബാത്റൂമിൽ വരെ കക്കൂസിൽ വരെ സ്വർണ്ണത്തിൽ ഉണ്ടാക്കിയതൊക്കെയാണ് പറയുന്നത്. സത്യം എന്താണെന്ന് അറിയില്ല. മകളുടെ കല്യാണത്തിന് 1000 കോടി രൂപ കൂടുതലാണ് ചിലവ്. നാലോചോക്ക് ഒരു കല്യാണത്തിൻ്റെ ചിലവന്നെ 1000 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെടുത്തു വെക്കുന്ന പൈസയൊക്കെ എന്തായിരിക്കും? ഇത് ചുമ്മാ ഒരു കല്യാണ ചിലവിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നാലോചിച്ച് നോക്ക്. ഇപ്പോൾ നമ്മുടെ മക്കളുടെയൊക്കെ ഒരു കല്യാണം കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇഷ്ടമുള്ള പൈസ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡംബരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആഡംബരം 1000 കോടി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന ആളുടെ കോടിയൊക്കെ എന്താണത്? ഗവൺമെൻറ് കണക്കിൽ ഒന്നാണെങ്കിലും ഇയാളുടെ കണക്കില്ലാത്ത പണം കോടികളുണ്ടാവും. അങ്ങനെ ഇയാൾക്ക് സ്വന്തം ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ, അതുപോലെ തന്നെ ഫാമിലിക്ക് പോകുമ്പോൾ ഫുള്ള് സെക്യൂരിറ്റി, അതിനൊക്കെ എക്സ്ട്രാ ചിലവ്, അങ്ങനെ വലിയൊരു ആഡംബരത്തിലെ ജീവിതമാണ് പുള്ളീൻ്റെ മുന്നിൽ. മൂന്നാമത്തെ ഒരാളാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതേപോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത ആഡംബര ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. പല ആളുകളും കുരുപൊട്ടിയിട്ട് കമൻ്റ് ഇടാം. അങ്ങനെയല്ല, പാനയ്ക്ക് മാത്രം 1 ലക്ഷം രൂപ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഞാൻ വാർത്തയിൽ വായിച്ചതാണ് കേട്ടോ. 1 ലക്ഷം രൂപ പാനയ്ക്ക് മാത്രം, ഉപയോഗിക്കുന്ന പാന മാത്രം. പിന്നെ നമ്മൾ വാർത്തയിൽ വായിച്ചതിന് വിവാദമായതുമാണ് കോട്ടിന് മാത്രം 10 ലക്ഷം രൂപയുടെ കോട്ടാണ്. 10 ലക്ഷം രൂപ കോട്ട്, അല്ലെങ്കിൽ നോക്ക്, ഒരു കോട്ട് മാത്രം. പിന്നെ ഉണ്ണുന്ന ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ പോകുന്ന സ്ഥലങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ, ഫ്ലൈറ്റിൽ, അതിന് വേണ്ടിയിട്ട്. പിന്നെ വേറൊന്നുണ്ട്, ഇപ്പോഴത്തെ ഇതല്ല, അമേരിക്കൻ പ്രസിഡൻറ്റിനെ പോലെയാണ് കാറൊക്കെ ആയിട്ട് വരുന്ന സെറ്റപ്പ്. പണ്ടത്തെ പോലെയൊന്നുള്ള പ്രധാനമന്ത്രിമാരൊന്നും അല്ല, ഇത് വേറെ റേഞ്ചാണ്. അപ്പോൾ അങ്ങനെ ടോട്ടലി ഒരു ആഡംബരത്തിലേക്ക് ഒരു പ്രധാനമന്ത്രി കടന്ന് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതശൈലിയുണ്ട്. അപ്പം നമുക്ക് ഈ ലോകത്തിൽ ഈ മൂന്നാളെ വെച്ച് നോക്കുമ്പോൾ മറ്റേ രണ്ടാൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്, അവരുടെ പൈസ വെച്ചിട്ട്. ഇങ്ങേരെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഞാൻ പറയാമല്ലോ, അങ്ങയുടെ ശമ്പളം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ജീവിതം നോ മാച്ച്. പക്ഷേ എന്നാലും ആ ഒരു ലക്സറി ജീവിതം പുള്ളിക്ക് കിട്ടി. അത് പുള്ളീൻ്റെ ഒരു ക്രെഡിറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചോളം ഇങ്ങനെ ജയിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രധാനമന്ത്രിയല്ല ഉദ്ദേശിക്കുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനായ ഒരു ചായക്കടക്കാരനായിട്ട് ഒരു പ്രധാനമന്ത്രിയുടെ റേഞ്ചിലേക്ക് പുള്ളി വളരണം പറഞ്ഞാൽ പുള്ളിൻ്റെ കഴിവെന്താണ്. അപ്പം നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷെ ആഡംബര ജീവിതം എന്ന് പറയുന്നത് ഇതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് നുണ പറയുമോ അല്ലാതെ എന്നെ നിങ്ങൾ മോശമായിട്ടൊന്നും നിങ്ങൾ കമൻ്റ് അടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ സത്യമല്ലേ. പുള്ളി നല്ല അടിപൊളി വസ്ത്രങ്ങൾ ഇടുന്നു, നല്ല അടിപൊളിയായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, നല്ല അടിപൊളി യാത്ര ചെയ്യുന്നു, അങ്ങേർക്ക് പോകുന്നു, വരുന്നവരുടെ സ്ഥലത്തിലേക്ക് സ്വീകരണം, അങ്ങേർക്ക് അതുപോലെ തന്നെ ഈ എന്താ പറയുക, സ്പെഷ്യലി പോകുമ്പോൾ അങ്ങേർക്ക് മാത്രമായിട്ടുള്ള കുറേ വണ്ടികളും ഇങ്ങേരെ സെക്യൂരിറ്റിയും അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു ആഡംബരം അവിടെ കാണുന്നില്ലേ. അപ്പോൾ അതെന്നെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ നമ്മൾ ഫോളോ ചെയ്യുക. ഇനിയും അടുത്ത വിഷയമായിട്ട് വരുന്നതാണ്.